അധ്യക്ഷ സ്ഥാനത്തേക്ക് പട്ടികജാതി വനിതാ സംവരണമാണ് തിരുവല്ലയിൽ ഇത്തവണ. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും സംവരണ സീറ്റിൽ അധ്യക്ഷയാക്കാൻ ഒരാളില്ല. തിരുവല്ല നഗരസഭയിൽ ജയിച്ചെങ്കിലും കോൺഗ്രസ് ഇതര പാർട്ടിയിൽ നിന്ന് ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഇതാദ്യം. 18 സീറ്റ് നേടി UDF അധികാരമുറപ്പിച്ചെങ്കിലും പട്ടികജാതി വനിതാ സംവരണമായതിനാൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരാളെ അധ്യക്ഷയാക്കാൻ കോൺഗ്രസിന് കഴിയില്ല. പട്ടിക വിഭാഗത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഓരോരുത്തർ മുസ്ലിം ലീഗിലും കേരള കോൺഗ്രസിലുമുണ്ട്. വിദ്യാ വിജയൻ മുസ്ലിം ലീഗിൽ നിന്ന് ജയിച്ചു കയറിയപ്പോൾ S. ലേഖയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജനപ്രതിനിധി. ഇവർക്ക് രണ്ടുപേർക്കും അധ്യക്ഷസ്ഥാനം പങ്കുവെക്കാമെന്ന ആലോചനയിലാണ് UDF നേതൃത്വം. ഇവരിൽ ആരാകും ആദ്യം അധ്യക്ഷയാവുക എന്നതിലാണ് ആകാംക്ഷ. 103 വർഷത്തെ തിരുവല്ല നഗരസഭാ ചരിത്രത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരാൾ അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നതും ഇതാദ്യം. തർക്കങ്ങൾക്ക് ഇടയാകാതെ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് UDF പത്തനംതിട്ട ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി ചർച്ചയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. തീർച്ചയായും എല്ലാ പാർട്ടികൾക്കും അവരുടെ അവകാശവാദം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഐക്യജനാധിപത്യത്തിലുണ്ട്. തീർച്ചയായും എല്ലാ പാർട്ടിയുടെയും അവകാശവാദങ്ങൾ പരിഗണിച്ച് കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും RSP ഉൾപ്പെടെ ഒന്നിച്ചു നിന്നൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുക്കും. തിരുമൂലപുരം വെസ്റ്റിൽ നിന്നായിരുന്നു ലേഖ ജനപ്രതിനിധിയായത്. വാരിക്കോട് 5ാം വാർഡിൽ നിന്നായിരുന്നു വിദ്യയുടെ വിജയം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.